എന്റെ ഉസ്താദെ സുന്നത്തായ നോമ്പിന്റെ നിയ്യത്ത് നോമ്പിന്റെ പകല് ചെയ്താൽ മതിയോ? മതി. സുന്നത്തായ നോമ്പാണെങ്കിൽ ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി എന്നാ. അതായത് അതിന്റെ അർത്ഥം ഉച്ചന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടുണ്ട് അല്ല കേട്ടോ. സാധാരണ ഫർദ് നോമ്പാവുമ്പോ തബീയത്ത് ഷർത്താണല്ലോ, രാത്രി നിയ്യത്ത് വെക്കണം. മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടയിൽ നിയ്യത്ത് വെക്കണം ഏതിന്? ഫർദ് നോമ്പാണെങ്കിൽ. എന്നാൽ സുന്നത്തിന് അത് വേണ്ട. സുന്നത്തിന് ഉച്ചന്റെ ളുഹറിന്റെ മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. അതാണ് നമ്മുടെ മദ്ഹബ്, അങ്ങനെയാണ്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ഫർദ് നോമ്പിനും അങ്ങനെ മതി എന്നാ. ഫർദ് നോമ്പാണെങ്കിൽ ശരി, എങ്ങനെ മതി? ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി എന്നാ ഹനഫി മദ്ഹബ്. നമ്മുടെ മദ്ഹബ് അതല്ല, സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. യാ ഉസ്താദി, ഞാൻ ഇള്ളമായി കോയിക്കട്ട. കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ നിയമപ്രകാരം ഒരു നിശ്ചിത തുക PF എല്ലാ മാസവും തുല്യ വീതം തൊഴിലാളികളിൽ നിന്നും കമ്പനിയും ചേർന്ന് ഒരു തൊഴിലാളിയുടെ പേരിലും ഓരോ തൊഴിലാളിയുടെ പേരിലും നിക്ഷേപിക്കുന്നു. അത് വേണമെങ്കിൽ ഭാഗികമായി ഇടക്കാലത്ത് പിൻവലിക്കാവുന്നതാണ്. ജോലിയിൽ നിന്ന് ഒഴിവായാൽ അത് പൂർണ്ണമായും കിട്ടും. നിക്ഷേപ കാലയളവനുസരിച്ച് അതിന് 9% പലിശ വരുന്നുണ്ട്. ഈ നിക്ഷേപത്തിന്റെ സക്കാത്ത് കൂട്ടുമ്പോൾ പലിശ ഒഴിവാക്കിയിട്ടാണോ കൊടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഒരു ചോദ്യം. സാധാരണ കമ്പനികളിലൊക്കെ എന്തുണ്ടാവും? പിന്നെ എന്താണ് അതിന്റെ പേര്? എന്താണ്? PF അല്ലെ? PF പ്രോവിഡന്റ് ഫണ്ട് നയിക്കുമല്ലേ, അതിന്റെ അതായിരിക്കും അതിന്റെ ഫുള്ളായിട്ട് തോന്നുന്നത്. ഒരു നിശ്ചയ സംഖ്യ ഓരോ മാസവും തൊഴിലാളിന്റെ അടുക്കൽ നിന്ന് ഒരു സംഖ്യ എടുക്കുക. അത്ര സംഖ്യ ആ കമ്പനിയും പിന്നെ എടുക്കുക. അങ്ങനെ ഉദാഹരണം പറയാൻ, തൊഴിലാളിന്റെ അടുക്കൽ നിന്ന് ഓരോ മാസവും 100 രൂപ എടുക്കുകയാണെങ്കിൽ ആ 100 രൂപയ്ക്കും പുറമെ കമ്പനി 100 രൂപയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ 200 രൂപ എല്ലാ മാസവും അവന്റെ പേരിൽ നിക്ഷേപിക്കും. അതങ്ങനെ അവസാനം ജോലി പിരിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? ആ സംഖ്യ അവൻക്ക് കൊടുക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ചിട്ട് ഇത് പിൻവലിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ അതിനും സൗകര്യമുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതിനാൽ 9% പലിശ വരും എന്നാണ്. അത് ആ പലിശ പൈസ കൂട്ടണോ സക്കാത്ത് കൊടുക്കുമ്പോ എന്നാ? അത് വേണ്ട. സക്കാത്ത് കൊടുക്കണേല് പലിശ പൈസക്ക് സക്കാത്ത് ഇല്ല. പലിശ വാങ്ങാൻ പാടില്ല, ഹറാമാണല്ലോ. അതിന് സക്കാത്തില്ല. എന്താ സക്കാത്തില്ല? ആർക്കാളെ കാരണം വെച്ചോ? സക്കാത്തിരിക്കാനുള്ള കാരണം, സക്കാത്ത് നമുക്ക് ഉടമസ്ഥാവകാശം ഉള്ള മുതലിനാണ് സക്കാത്ത്. ഞാൻ സക്കാത്ത് എന്റെ മുതലിനാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്റെ മുതലിന് വേറെ ആരും മുതലിന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ, അല്ലേ? ആ പലിശ എന്റെ മുതലല്ല, പിന്നെതാ അത് പല ആളുകളുടെയും മുതലാണ്. പലിശ അത് പല ആളുകളുടെയും മുതലാണ്, അവന്റെ മുതലല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് വാങ്ങൽ ഹറാമാണ്. അപ്പൊ അങ്ങനെ അതിന് സക്കാത്ത് ഇല്ലേനും. വാങ്ങൽ വലിയ ദോഷമാണ്, വലിയ കുറ്റാണ്. അതിന് സക്കാത്ത് ഇല്ലേനും. പിന്നെ ഏതായാലും ശരി, അത് വാങ്ങിയിട്ട് ഇനിയിപ്പോ ഇങ്ങനെ പ്രോവിഡന്റ് ഫണ്ടൊക്കെ ആകുമ്പോൾ പലിശ കിട്ടും. എന്താ ചെയ്യേണ്ടതില്ലേ? ചെയ്യേണ്ട സാധനം നമ്മൾ പറയാറുണ്ട്. അത് നിർബന്ധമായ സാഹചര്യമാണ്. അത് വാങ്ങാതിരിക്കാൻ പറ്റൂലെങ്കിൽ, അത് വാങ്ങാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതേ സമയത്ത് ഒരു പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ ആ പൈസ അതിൽ നിക്ഷേപിക്കാതിരിക്കാൻ നല്ലത്. കാരണം ആ പൈസ കൊണ്ടുകൂടി അവർ ഹറാമായ ബിസിനസ്സുകളൊക്കെ നടത്തും. അങ്ങനത്തെ സ്ഥാപനമാകുമ്പോഴേ, അപ്പോ അവന്റെ പൈസ കൊണ്ട് കൂടുതൽ ഹറാമായ കാര്യങ്ങൾ ആ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അപ്പൊ അതിന് നമ്മുടെ പൈസ അവർ വിട്ടുകൊടുക്കരുതല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ ആ പൈസ വേഗം ഇങ്ങോട്ട് പിൻവലിക്കുക. ആ പൈസയും അവൻ വാങ്ങുക. എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പൊതുവിഷയങ്ങളൊക്കെ ചിലവഴിക്കുക. റോഡ് പണി, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുക, പബ്ലിക് കിണർ, കക്കൂസ്, അങ്ങനെയുള്ള പൊതുവിഷയങ്ങളിൽ പിന്നെ അത് ചെലവഴിക്കുക. അതാ ഏതായാലും ശരി. അതിന് സക്കാത്ത് കൊടുക്കണ്ട, അതിന് സക്കാത്തില്ല. മറ്റുള്ളതിന് സക്കാത്ത് കൊടുക്കണം. കാരണം എന്താ? അവന് കിട്ടാനുള്ള പൈസ ഉള്ളത് അല്ലേ? കിട്ടാനുള്ള പൈസക്ക് സക്കാത്തുണ്ട്. അത് നിസാബ് തികയുന്ന 595 ഗ്രാമിന്റെ വിലക്കുള്ള 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള സംഖ്യ ഉണ്ടെങ്കിൽ 125,000 റുപ്യക്ക് മതി. പൈന് അത്ര സംഖ്യ ഉണ്ടെങ്കിൽ അതിന് പിന്നെ സക്കാത്ത് കൊടുക്കണം.
സക്കാത്ത് എന്ന കിട്ടിയ ശേഷം സക്കാത്ത് കൊടുത്താൽ മതിയാ, പോരാ. ഈ നിസാബ് തികയുന്ന സംഖ്യ എപ്പോഴാണ് ആയത് അത് മുതൽ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. പിറ്റത്തെ വർഷം അപ്പോൾ എത്ര ഉള്ളത് അതിന്റെ സക്കാത്ത് കൊടുക്കണം. മനസ്സിലായല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരു 25 വയസ്സുകാരനായ മനുഷ്യനാണ്, 25 വയസ്സുകാരനായ ആളാണ്. അയാൾ ഇനിയിപ്പോ ആ ജോലിയിൽ നിന്ന് ഒഴിവാകുക 50-60 വയസ്സ് അതിന് ശേഷമൊക്കെയാണ് അയാൾ ആ ജോലിയിൽ നിന്ന് ഒഴിവാകുക. എന്നിട്ട് ആ പൈസ കിട്ടില്ല, അയാളുടെ കയ്യിൽ കിട്ടുന്നത് 60 വയസ്സായതിനു ശേഷമായിരിക്കും. പക്ഷെ പിന്നെ ഓരോ മാസവും അയാളുടെ പൈസ ഇങ്ങനെ കൂടി വന്നു. ആദ്യത്തെ മാസം 200 വെച്ച്, പിറ്റത്തെ മാസം 200 വെച്ച്, പിറ്റത്തെ മാസം 200 വെച്ച്, അങ്ങനെ എന്ത് ചെയ്തത്, അത് ഇയാൾക്കൊരു 25 വയസ്സുകാരനായ ഒരാള് ഓരോ മാസവും അയാളുടെ പേരിൽ പൈസ നിക്ഷേപിച്ച് അയാൾക്കൊരു 35 വയസ്സായ സമയത്താണ് നിസാബ് തികയുന്ന സംഖ്യ ആയി എന്ന് നിങ്ങൾ കരുതുക. ഒരു ഉദാഹരണം പറയാണ്. ഒരു 35 വയസ്സായ സമയത്ത് എന്ത് ചെയ്തു, 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള പിന്നെ ഡിപ്പോസിറ്റ് അയാളുടെ പേരിൽ വന്നു. എന്നാൽ അത് പിന്നെ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. 36 വയസ്സായ ശേഷം നോക്കുമ്പോൾ അപ്പോഴും അപ്പത്തെ സംഖ്യകൾ വെച്ചാൽ അതിന്റെ 2% കൊടുക്കണം. 37 വയസ്സിൽ അങ്ങനെ ഓരോ വർഷവും അപ്പോൾ അവന്റെ പേരിലുള്ള സംഖ്യയുടെ 2% സക്കാത്ത് കൊടുക്കണം. അത് പിരിഞ്ഞു പോന്നതിന് ശേഷം കയ്യിൽ കിട്ടിയതിന് ശേഷമല്ല, കാരണം കിട്ടാനുള്ള പൈസക്ക് സക്കാത്ത് കൊടുക്കണം. ഓരോ വർഷവും അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി അത് കിട്ടുമോ ഇല്ല എന്ന കാര്യം ഉറപ്പില്ല നിൽക്കുക, എന്നാൽ പിന്നെ ഓരോ വർഷവും സക്കാത്ത് അപ്പൊ കൊടുക്കണ്ട, പിന്നെ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. പക്ഷെ കിട്ടിയതിന് ശേഷം ഒരു കൊല്ലത്തെ മാത്രം കൊടുത്താൽ പോരാ, കഴിഞ്ഞ വർഷങ്ങളുടെ ഒക്കെ കൊടുക്കുകയും വേണം. സാധാരണ നമ്മൾ പറയാറുള്ളതാണുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പല്ലിനിടയിൽ കുടുങ്ങിയ ഭക്ഷണ അവശിഷ്ടങ്ങൾ നിസ്കാരത്തിനിടയിൽ ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകുമോ? ബാത്തിലാകും. കരുതി കുട്ടി ഇറക്കിക്കാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അറിയാതെ ഇറങ്ങിപ്പോയി നിൽക്കുന്ന ബാത്തിലാവൂല. പല്ലിന്റെ ഇടയിൽ, കാരണം നിസ്കാരത്തിൽ ഭക്ഷണം കഴിക്കാനും പിന്നെ വെള്ളം കുടിക്കാനും പാടില്ല. ഉമിനീരിറക്കാം. അല്ലാത്ത സാധനങ്ങള് നിസ്കാരത്തിനിടയിൽ ഇറക്കിയാൽ അവന്റെ അവന്റെ നിസ്കാരം ബാത്തിലാകും. ആ വലിന്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെയാണ് അത് ഇറക്കി, അതല്ലെങ്കിൽ വേഷം നിസ്കരിക്കേണ്ട ഇടയിൽ കുറച്ച് വെള്ളം കുടിച്ച് നിരക്കെ നിസ്കാരം ബാത്തിലാകും. പിന്നെ യതീമക്കൾക്കായി കുറച്ച് കരുതി വെച്ച കാശ് അതിലും വലിയ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കാമോ? എന്ന് പറ്റൂല. കരുതി വെച്ചാൽ നേർച്ചയാക്കിയതാണെങ്കിൽ, കരുതി വെക്കാനും പതാളല്ലേ, നേർച്ചയാക്കി എത്തിക്കുട്ടികൾക്ക് നേർച്ചയാക്കിയതെന്നും ആണെങ്കിൽ അത് എത്തിക്കുട്ടികൾക്ക് തന്നെ കൊടുക്കണം. എത്തിക്കുട്ടികൾക്ക് മാത്രമല്ല, ആർക്കാണോ നേർച്ചയാക്കിയത് അത് അവർക്ക് തന്നെ കൊടുക്കണം. കാരണം അത് അവരുടെ ഹക്കാണ്. അത് അവരുടെ ഹക്ക. എത്തിയും കുട്ടികൾക്ക് വേണ്ടി നേർച്ചയാക്കിയത് ഇനി അതിനേക്കാളും പാവപ്പെട്ട വേറെല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നേർച്ചയാക്കി നിൽക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി നേർച്ചയാക്കിയതാണ്. എത്തിൻകുട്ടിയാണെങ്കിലോ പാവപ്പെട്ടവരിൽപ്പെട്ട ആളല്ല നിൽക്കുക, എന്നാലോ അവനക്കും കൊടുക്കാൻ പറ്റൂല. എത്തിൻകുട്ടിയാണ്, അവനും പാവപ്പെട്ടവനാണ് നിൽക്കുക, എന്നാ കൊടുക്കാം. ഒരാൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്, എന്നാൽ അത് പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. ആ യത്തീംകുട്ടി പാവപ്പെട്ടവനാണെങ്കിൽ ആ നിലക്ക് അവന് കൊടുക്കുക എന്നല്ലാതെ യത്തീമായി എന്നുള്ളതിന്റെ പേരിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ യത്തീമിന് നേർച്ചയാക്കിയത് പിന്നെ ആ യത്തീം ആള് വലിയ ധനാഢ്യനാണ് നിൽക്കുക, എന്നാലും ശരി യത്തീമിന് തന്നെ കൊടുക്കണം. അത് അവനേക്കാളും പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പറ്റുകയില്ല. ആർക്കാണോ നേർച്ചയാക്കിയത് അത് അവർക്ക് തന്നെ കൊടുക്കണം. കാരണം അത് അവരുടെ ഹക്കാണ്, അത് അവർക്ക് കിട്ടാനുള്ളതാണ്. അവർക്ക് കിട്ടാനുള്ളത് വേറെ ആൾക്ക് കൊടുത്താൽ പറ്റുമല്ലോ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നമ്മൾ മാസം കണ്ടാൽ നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? അതല്ല സുക്കൂമയുടെ അംഗീകാരമോ? സുക്കൂമ ഒരു ദിവസം പിറകിലാണ് എനിക്ക്. സുക്കൂമന്റെ നിങ്ങൾ സ്വന്തം മാസം കണ്ടു നിൽക്കുക, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മാസം കണ്ടു, എന്നാലും അവിടെ ഇനി വേറെ ആരും കാലി വിധിക്കോ ഹുക്കൂമ വിധിക്കോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതനുസരിച്ച് അമൽ ചെയ്യുന്ന നിർബന്ധമാണ്. ഏത് നിങ്ങൾ റമദാൻ മാസമാണെങ്കിലേ നിങ്ങൾ നേരിട്ട് കണ്ടാണ്, പക്ഷെ കാലി വിധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് നാളെ നോമ്പുകൾക്ക് നിർബന്ധ, ഇനി നിങ്ങൾ തന്നെ കണ്ടോളന്നില്ല. നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ഒരാൾ പറഞ്ഞു ഞാൻ കണ്ടു എന്ന്, അയാൾ പറഞ്ഞ സത്യமான കാര്യം നിങ്ങൾക്ക് വിശ്വാസമായി, എന്നാൽ തന്നെ നിങ്ങൾക്ക് അതനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ്. കാലി വിധിക്കുകയോ അതല്ലെങ്കിൽ ഹുക്കൂമ പിന്നെ വിധിക്കുകയോ വേണ്ട, തീരുമാനിക്കുകയോ വേണ്ട.
അതേസമയത്ത് മറ്റ് പൊതുജനങ്ങൾക്ക് അല്ലെ, നിങ്ങളല്ല വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു രാജ്യത്ത് മാസം പിന്നെ കണ്ടതായി പിന്നെ സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം? അത് റമദാൻ മാസമാണെങ്കിൽ ഒരു നീതിമാനായ ഒരാൾ കണ്ട് എന്ത് ചെയ്തു? ഖാദി വിധിച്ചു, അയാളുടെ വാക്കനുസരിച്ച് ഖാദി വിധിച്ചു. എന്നാൽ ആ ഖാദിയുടെ ഖളാ സ്ഥാനത്തുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്കൊക്കെ അതനുസരിച്ച് അമൽ ചെയ്യുക നിർബന്ധമാണ്. റമദാൻ മാസം അല്ലാത്ത മറ്റു മാസങ്ങളാണ് രണ്ടാളുകൾ കണ്ടു, നീതിമാന്മാരായ രണ്ടാളുകളാണ്. അവർ ഖാദിന്റെ അടുക്കൽ പോയി വിവരം പറഞ്ഞു, അങ്ങനെ ഖാദി വിധിച്ചു, അപ്പോൾ അവർക്ക് നിർബന്ധമാണ്. അതേസമയത്ത് കണ്ട വ്യക്തിക്ക് ഖാദി വിധിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുകയോ വേണ്ട ആവശ്യമില്ല, അയാൾക്ക് തന്നെ അതനുസരിച്ച് ചെയ്യൽ നിർബന്ധമാണ് എന്ന്. ഉസ്താദെ, ഒരു സംശയം, ഒരാൾ ഇരട്ടപ്പേര് വിളിക്കുന്നതിന്റെ വിധി എന്താ? അതിന് ശിക്ഷ ഉണ്ടോ? പാടില്ല. അദ്ദേഹത്തിന് ഇട്ട പേര് ശംസുലൈമാന, അബൂബക്കർ ഇട്ടതൊന്നല്ല. ഒരു യോഗം കൂടിയിട്ട് 500 പേര് അങ്ങനെ അതാണ്ട് ആണ്ടില്ല, അയാൾക്ക് തൃപ്തി പഠിപ്പിക്കണത് കണ്ടുകൊണ്ട് ചലനം കാണില്ല. ഇപ്പൊ എന്താണ് ഇപ്പോൾ ഓക്കെ ആണല്ലേ? ഇത് ഈ പറഞ്ഞ കേട്ടിയതാണ്. ഏത് ഒരാൾക്ക് ഇരട്ടപ്പേര് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ചോദ്യം, അത് കേട്ടാ? അത് വായിക്കണത് ഇയല്ലേ? അതിന്റെ മാസം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞ കേട്ടാ? മാസം കാണുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് വിധിച്ചിട്ടില്ല, അത് കേട്ടിയെന്നാ? അത് കേട്ട് ഇല്ലേ? ചോദ്യം അതാണേ. ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടാ, ഒരാളെന്ത് ചെയ്ത്, ഒരാൾ മാസം കണ്ട്, പക്ഷെ ഗവൺമെന്റ് വിധിച്ചിട്ടില്ല. ഇസ്ലാമിക് ഗവൺമെന്റ് ഉള്ള സ്ഥലമാണ്, അവിടുത്തെ ഗവൺമെന്റ് വിധിച്ചിട്ടില്ല. പക്ഷെ ഈ വ്യക്തി എന്തെങ്കിലും മാസം കണ്ടിരിക്കണം. എന്നാൽ ഗവൺമെന്റ് പിന്നെ വിധിക്കാതെ ഇയാൾക്ക് അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുമോന്നോ? പറ്റുന്ന അതിന്റെ മസല. അപ്പൊ ഞാൻ മാസം കണ്ടിരിക്കുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണേ. അപ്പൊ നാളെ ഷഅബാൻ 29 അന്ന് ഞാൻ മാസം കണ്ടു. എന്നാൽ എനിക്ക് നാളെ നോമ്പ് കൊടുക്കാൻ നിർബന്ധം. അവിടെ എന്ത് വേണ്ട? ഖാദി വിധിക്കണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റ് ആണെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റ് അത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇനിയിപ്പോ എന്നോട് പറഞ്ഞു ഞാൻ മാസം കണ്ടിരിക്കുന്നു എന്ന്. അയാൾ കറയിലാണ് പോണ് അങ്ങനത്തെ ആളാ. എന്നാലും അയാളെ വാക്കനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അവിടെ ഖാദി വിധിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഒരു രാജ്യത്ത് അത് വ്യാപകമാവണമെങ്കിൽ, ഒരു രാജ്യത്ത് എന്ത് ചെയ്ത് ആ രാജ്യക്കാർക്കൊക്കെ നോമ്പ് നോൽക്കുക നിർബന്ധമാണ്, അതല്ലെങ്കിൽ ആ മാസം കണ്ടതനുസരിച്ച് അവർക്ക് അമൽ ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? അവർ ആ രാജ്യത്ത് പിന്നെ അവിടുത്തെ ഖാദി വിധിക്കുക, അതുപോലെ തന്നെ അതിൽ ഇസ്ലാമിക് ഗവൺമെന്റാണ് ഇസ്ലാമിക് ഗവൺമെന്റിന്റെ പ്രതിനിധിയെ പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ വേണം. എന്നാലേ അവർക്ക് നിർബന്ധമുള്ളൂ. മറ്റൊരു ചോദ്യം, അത് ഇരട്ടപ്പേര് വിളിക്കാൻ പറ്റുമോ? ഒരാൾക്ക് 2 പേരുണ്ട്, ഒരാൾക്ക് അയാളുടെ കുടുംബപ്പെട്ട ഒരു പേരുണ്ട്, അയാളെ വാപ്പെട്ട ഒരു പേരുണ്ട്, അതിന് പുറമെ ആളുകളൊക്കെ പാട്ടൊരു പേരുണ്ട്, അത് വിളിക്കാൻ പറ്റുമോന്നോ? അത് അയാളെ പരിഹസിക്കുന്ന രീതി, അയാളെ കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പേരാണെങ്കിൽ വിളിക്കാൻ പാടില്ല. അയാളെ കുറച്ച് കാണിക്കുന്ന പേര് അങ്ങനല്ലേ? ചില ആളുകൾക്കൊക്കെ ഒരു കൈക്കോട്ട് എന്നൊക്കെ ചിലർക്ക് പേരുണ്ടാവില്ലേ? കൈക്കോട്ട്, മഗ്, പിക്കാസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും പേര്. ആളുകളുടെ പേരാണ്. അപ്പൊ അതൊക്കെ അയാളെ മോശമാക്കുന്ന പേരാണ്. അത് അങ്ങനത്തെ പേരുകൾ വിളിക്കാൻ പാടില്ല. അങ്ങനത്തെ പേര് വിളിക്കൽ ഹറാമാണ്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. അതല്ലെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. എന്നിട്ട് ഇവന്റെ അമലുകളിൽ നിന്ന് അയാൾക്ക് എടുത്തു കൊടുക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ അയാളെ കൊണ്ട് അത് വേഗം പൊരുത്തപ്പെടിപ്പിക്കണം. അതേസമയത്ത് ആളെ അറിയാൻ വേറൊരു മാർഗ്ഗമില്ല നിൽക്കുക. അയാളുടെ പേര് മുഹമ്മദ് എന്നാ. മുഹമ്മദ് ഇന്നത്തെ മഹമാക്കാലി മഹമൂലിയത് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ അയാൾ മുജാരാണി അങ്ങനെ പറഞ്ഞ ആൾക്കാർക്കൊന്നും അറിയില്ല. പിന്നെ അയാളെ കുറിച്ച് ഒരു മോശമായ ആളുകളുടെ ഇടയിൽ പറഞ്ഞൊരു പേരുണ്ട്, അത് പറഞ്ഞെങ്കിൽ ആളുകൾക്ക് തിരിയുള്ളൂ. എന്നാൽ ഒരു മാർഗവും ഇല്ല എങ്കിൽ, വേറൊരു നിലക്കും അയാളെ കുറിച്ച് പറയാൻ ഒരു മാർഗവും ഇല്ല എങ്കിൽ മാത്രം അത് ഉപയോഗിക്കാവുന്നതാണെന്ന്, അല്ലെങ്കിൽ പറ്റൂല. എന്നാലും എങ്ങനെയും അതല്ലാത്തൊരു പേര്, മറ്റേ ഇന്നോട്ടുള്ള പേരിൽ മറ്റാ പേരന്റെ നേരെ താഴെയുള്ള പേരാണ് അങ്ങനെ. അപ്പൊ നിന്റെ ഉള്ള പേരന്റെ ആ മറ്റുള്ള പേരല്ലേ, എന്റെ നേരെ താഴെയുള്ള ഒരു പേരിൽ ഉള്ളൊരു മുല്യരില്ലേ, അല്ലെങ്കിൽ അവിടെ ഒരു കാക്കല്ലേ എന്നൊക്കെ അയാൾക്ക് തൃപ്തിയില്ലാത്ത പേര്
പറയാതെ മറ്റേതെങ്കിലും രീതിയിൽ അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഒരു നിലക്കും മാർഗമില്ല എങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന്. അതേ സമയത്ത് അയാൾക്ക് വേറെ പേരുണ്ട്, അത് അയാളുടെ ദമ്മല്ല, മദ്ഹാണ്. ഷംസുലുലമ എന്നൊക്കെ പറയും പോലെ അദ്ദേഹത്തിന്റെ ഷംസുലുലമക്ക് അദ്ദേഹത്തിന്റെ വാപ്പട്ട പേര് ഷംസുലുലമ എന്നല്ലല്ലോ, അബൂബക്കറിനെ പേറ്റിക്കുന്നത്. പക്ഷെ ആളുകളൊക്കെ പാടെ പിന്നെന്ത് ചെയ്ത്, ആളുകൾ തീരുമാനിച്ചല്ല നമ്മൾ ഈ കനഞ്ഞ് ഷംസുലുലമ എന്ന് വിളിക്കുക എന്ന് ആളുകളെ തീരുമാനിച്ചത്. അത് അങ്ങോട്ട് പരന്നാണ്, അത് ഷാരി ആയതാണ്, ആളുകളുടെ നാവിന്റെ മേലെ അതാണ് ജാരി ആയതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇരട്ട പേര്, അങ്ങനെ അയാളുടെ മദ്ഹ് ചെയ്യുന്ന രീതിയിൽ ഇരട്ട പേരാണെങ്കിൽ പിന്നെ അതുകൊണ്ട് അത് വിളിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അയാൾക്ക് തൃപ്തിയില്ലാത്താണ് വിളിക്കാൻ പാടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമസ്കാരത്തിന്റെ ഇടയിലോ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിലോ ദിക്ർ ചൊല്ലുന്നതിന്റെ ഇടയിലോ ദുആയുടെ ഇടയിലോ നബിയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലാമോ? ചൊല്ലാം. നിസ്കാരത്തിന്റെ ഇടയിലൊക്കെയാണ് ആണെങ്കിൽ നബിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലത് നിസ്കാരത്തിന്റെ ശേഷം ആ സ്വലാത്ത് ചൊല്ലലാണ് നല്ലത്. ഇനി അതെല്ലാം നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ വിരോധമൊന്നുമില്ല. നിസ്കാരത്തിൽ എന്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലി നിൽക്കുക, എന്നാ വിരോധം ഉണ്ടോ? വിരോധമില്ല. സ്വലാത്ത് ചെല്ലാം, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാം. അതേ മറ്റേ സലാം അടക്കല്ലേ അല്ലേ, അങ്ങനെ അതൊരു അഭിസംബോധനമാണ്, അത് പാടില്ല. അസ്സലാമു അലൈക്കും, നിന്റെ മേൽ, നിങ്ങളുടെ മേൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയുള്ളത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളതല്ലല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആലയോട് സംസാരിക്കാനുള്ളതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് പറ്റൂല. അസ്സലാമു അലൈക്കും എന്ന് പറയാം, അനക്ക് അള്ളാഹു തആല അങ്ങനെ ചെയ്ത് തരട്ടെ, അങ്ങനെ ചെയ്ത് തരട്ടെ, അങ്ങനെ ആ രീതിയിൽ ദുആ ചെയ്യാൻ പറ്റുകയില്ല. അതേസമയത്ത് അദ്ദേഹത്തിന് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, എന്ത് ചെയ്യുക, അങ്ങനൊക്കെ ആ രീതിയിലൊക്കെ ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. ഇർഹംകമാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നിന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പൊ അത് മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെയാണത്. അപ്പൊ അത് പറ്റുകയില്ല. അപ്പൊ ഒരു അഭിസംബോധനം ഉള്ള രൂപത്തിലാവരുത് എന്നർത്ഥം. അതല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാം, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാം. പിന്നെ അതുപോലെ തന്നെ ആരിന് പിന്നെ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. എന്നാൽ ഫാത്തിഹന്റെ ഇടയിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലി നിൽക്കുക, എന്നാൽ നിസ്കാരം ബാത്തിലാവും എന്നല്ല പറഞ്ഞത്. നിസ്കാരം ബാത്തിലാവൂല, പക്ഷെ അതേ സമയത്ത് ഫാത്തിഹ ബാത്തിലാവും, ഫാത്തിഹ മുറിഞ്ഞു പോകും. ആ ഫാത്തിഹ അതിന്റെ ആയത്തുകളുടെ തൃപ്തി അനുസരിച്ച് ഓതൽ നിർബന്ധമാണ്. അപ്പൊ ഒരാളിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം പറഞ്ഞ ശേഷമാണ് അതിന് ശേഷമാണ് ഒരാൾ എന്ത് ചെയ്തത്, ആ ഫാത്തിഹ അല്ലാത്ത മറ്റു ദിക്റുകളൊക്കെ ചൊല്ലിയത്, ഫാത്തിഹയോട് ബന്ധപ്പെടാത്ത മറ്റു ദിക്റുകളൊക്കെ ചെയ്തത്. നിസ്കാരം ബാത്തിലാവും? നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ ഫാത്തിഹ ബാത്തിലാകും. അപ്പൊ എന്ത് ചെയ്യും, ഫാത്തിഹവൻ ആദ്യം തന്നെ ഒന്നുകൂടി മടക്കി ഓതണം, അത്രേ ഉള്ളൂ. പിന്നെ മാലിക്കിയോമിക്ക് അവിടെ കൊണ്ട് ഓതിയാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം, ആദ്യം ബിസ്മി മുതൽ പിന്നെ അവൻ ഫാത്തിഹ പൂർത്തിയാലും പിന്നെ ഒന്നുകൂടി ഓതണം. അതേസമയം നമസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ എന്നൊക്കെ എന്നാൽ വേണ്ട, ഫാത്തിഹ കൊണ്ട് അതിന്റെ ഇടയിലാണ് ഈ വേണ്ട, അത് വേണ്ട. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്ന ഇലൈനായി ആബും സുമ്മ ഹിസാബ് എന്നൊക്കെ പറയുമ്പോൾ ദുആകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റുകൾ ഒക്കെ ആണെങ്കിൽ അത് ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് വിരോധമില്ല. അതല്ലാത്ത ദിക്റുകളും മറ്റൊക്കെ കൊണ്ടുവന്നാൽ ഫാത്തിഹ ബാത്തിലാകും. അപ്പൊ ഫാത്തിഹ പിന്നെ മടക്കി ഓതണം. എന്നാൽ നിസ്കാരത്തിന് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നിസ്കാരം ബാത്തിലാണ് എന്ത് വേണം, അത് അഭിസംബോധനം രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആവുക. അസ്സലാമു അലൈക്കും, ഇർഹംകല്ലാഹ്, നിന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നിന്റെ മേൽ അള്ളാഹുവിന്റെ പിന്നെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, ഈ രീതിയിലൊക്കെയുള്ള വാക്കുകൾ പറയാൻ പാടില്ല. അവന്റെ മേൽ അല്ലെങ്കിൽ നമുക്ക്, നമ്മുടെ മേൽ, അങ്ങനൊക്കെ അസ്സലാമു അലൈന, ഈ രീതിയിലൊക്കെ ഉള്ള ദുആകളൊക്കെ നടത്താവുന്നതാണ്. നിസ്കാരത്തിന്റെ പിന്നെന്താണ്, ഉസ്താദെ ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ ആണ്. ഇവിടെ കസ്റ്റമർ ഫോണിന്റെ പൊട്ടിയ LCD മാറ്റാൻ
അവർ പഴയ LCD ഞങ്ങൾക്ക് അവരുടെ പഴയ LCD ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പഴയ LCD വാങ്ങുന്ന ആളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് മുതലാളി ആ പഴയ LCD വിൽക്കാറുണ്ട്. വിറ്റുകഴിഞ്ഞാൽ എനിക്ക് മുതലാളി എന്തെങ്കിലും ക്യാഷ് അതിൽ നിന്നും തരാറുണ്ട്. ആ ക്യാഷ് ഹലാലാണോ എന്ന്. അത് നിങ്ങൾ ആ പഴയ LCD ഉണ്ടല്ലോ, ആ പഴയ LCD അയാൾ നിങ്ങൾ അതിന്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് തന്നതാണ്. എന്നാൽ പിന്നെ അത് നിങ്ങൾക്ക് വിൽക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തരുമൊന്നും വേണ്ട. അതിന്റെ സ്വഭാവം എങ്ങനെയാ? അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? അതിന്റെ സ്വഭാവം ആ പഴയത് അവിടെ വെച്ചിട്ട് ആ പുതിയ വാങ്ങി പോലാണ് അതിന്റെ സ്വഭാവം. അങ്ങനെ അല്ലെങ്കിൽ എന്നാലും നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അയാൾ തന്നിട്ടൊന്നുമില്ല, പക്ഷെ അതിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ സ്വഭാവം അത് നിങ്ങൾക്കണ്ട് പഴയത് പുതിയ കൊടുത്താൽ പഴയതാണ് വെച്ച് പോവുക. അതാണ് ആ നാട്ടിലെ സ്വഭാവം. അതല്ലെങ്കിൽ ആ വസ്തുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാലോ നിങ്ങൾക്ക് എടുക്കാം. അതേ സമയത്ത് അത് അയാൾക്ക് തന്നെ മടക്കി കൊടുക്കലാണ് എന്റെ സ്വഭാവം. പക്ഷെ നിങ്ങൾ മടക്കി കൊടുക്കാതെ നിങ്ങൾ പൂത്തി വെച്ചതാണ്, എന്നാലും പറ്റുകയില്ല. എന്നാലും അത് ഹറാമുമാണ്. ഏതായാലും അതൊന്നല്ല, നിങ്ങൾ പൂഴ്ത്തി വെച്ചതൊന്നല്ല. അത് അതിന്റെ മുതലാളി നിങ്ങൾക്ക് തരുകയോ അതല്ലെങ്കിൽ അതിന്റെ സ്വഭാവം അതവിടെ ഇട്ടുപോകലാണ് അതിന്റെ സ്വഭാവം. ആ രീതിയിൽ നിങ്ങൾ എടുത്തതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വിൽക്കാം, അതുകൊണ്ട് വിരോധമില്ല. നിങ്ങൾക്ക് അതിന്റെ പേരിൽ വല്ല സംഖ്യ മുതലാളി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്? ഉസ്താദെ, അമ്മോന്റെ മരുമകൾ പ്രസവിച്ചു. അമ്മോന്റെ മരുമകൾ കുട്ടി മരിച്ചു. അന്ന് തുടങ്ങിയതാണ് പനി. ഒരുപാട് ദിവസമായി പനി. ഇപ്പോൾ സീരിയസ് ആണ്. വെന്റിലേറ്ററിലാണ്. ശിഫയാവാൻ ഉസ്താദ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. അവർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. കുറച്ചൊരു വേഗം ശിഫൊക്കെ നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് റാഹത്തും സന്തോഷമൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹഫി ഇബ്രാഹിം വ മൂസ അലൈഹിമസ്സലാം. അതുകൊണ്ട് അലൈഹിമസ്സലാം ചിലവനോട് വിരോധമില്ല. അലൈഹിമസ്സലാം നിസ്കാരത്തിന്റെ ഇടയിൽ പറഞ്ഞു നിൽക്കുക. എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഫാത്തിഹന്റെ ഇടയിൽ ചെല്ലാൻ പറ്റൂല. ഫാത്തിഹന്റെ ഇടയിൽ ചിലർ ഫാത്തിഹ മുറിയാതിരിക്കണിലും അതിനോടനുബന്ധിച്ച ദിക്റുകൾക്കാണ്. അതിനെന്താണ് ഇത്? ഇമാമ് അലല്ലാലി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ആമീൻ ചൊല്ലി. അപ്പൊ എന്നാലൊക്കെ അതുകൊണ്ട് തറാറാവില്ല. അത് അത് പെട്ടല്ലോ. അത് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മുഹറം 9, 10 ഫ്രൈഡേ സാറ്റർഡേ ആണ് എന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു സൗദി ഗവൺമെന്റ് പറയുന്നത് ശരിയല്ല. പിന്നെ അത് പോട്ടെ, സൗദി ഗവൺമെന്റ് പിന്നെ ഓൻ പറഞ്ഞാൽ ശരിയതിന്റെ സൗദി ഗവൺമെന്റ് പറയുന്നത് ശരിയല്ല. പിന്നെ ഓൻ പറഞ്ഞ ആളതിന് ശരിയല്ലേ? ഒരു ഗവൺമെന്റ് വലിയൊരു രാജ്യം, ആ രാജ്യത്ത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ വായിച്ചില്ല. PM കുറെ ഞാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് ഷഅബാൻ കഴിഞ്ഞ മാസം 29 അന്ന് രാത്രി പിന്നെ മാസം കണ്ടോന്നുള്ളതാണ്. 29 രാത്രി അന്ന് മഗ്‌രിബിന് ശേഷം മാസം കണ്ടു നിൽക്കുക. എന്നാൽ പിറ്റേ ദിവസം 1 ഇനി മാസം കണ്ടില്ല നിൽക്കുക. കാണാൻ സാധ്യത ഒക്കെ ഉണ്ട്. കാണാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ കണ്ടില്ല. എന്താ കാണാതിരിക്കാൻ കാരണം? ഒന്നുകിൽ ആരും നോക്കിയില്ല, അതല്ലെങ്കിൽ നോക്കുക ചെയ്തു. പക്ഷെ മേഘാണ്. ആ മേഘത്തിന്റെ ഉള്ളിൽ മാസം ഉണ്ടാവും, പക്ഷെ കണ്ടില്ല. എന്നാൽ പിറ്റേ ദിവസം നോമ്പ് എടുക്കാൻ പറ്റുമോ? അല്ല, പിറ്റേ ദിവസം 1 അല്ല, പിറ്റേ ദിവസം 30. അതിന്റെയും പിറ്റേ ദിവസമാണ് 1. അതാണ് ദീന്റെ നിയമതാണ്. അതാണ് മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. മാസം കണ്ടാൽ നിങ്ങൾ പിറ്റേ ദിവസം പെരുന്നാൾ കഴിക്കുക. 29 മാസം കണ്ടാൽ പിറ്റേ ദിവസം പെരുന്നാൾ കഴിക്കുക. ഇനി 29 മാസം കണ്ടില്ല നിൽക്കുക. എന്നാലോ
ഇൻ ഉമ്മ അലൈക്കും ന നിങ്ങൾക്ക് ആകാശം മേഘാവൃതമായി അങ്ങനെ മാസം കണ്ടില്ല. എന്നാൽ പിറ്റേ ദിവസം 30 കരുതുക, എന്നിട്ട് അതിന്റെയും പിറ്റേ ദിവസം പിന്നെ 1 കരുതുക. അതാണ്. അപ്പൊ കഴിഞ്ഞ മാസം 29 അന്ന് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലോ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലോ എന്തുണ്ടായിട്ടില്ല, പിന്നെ ഉപദ്വീപ് ഇവിടൊന്നും പിന്നെ മാസം കണ്ടിട്ടില്ല കഴിഞ്ഞ 29. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 30 ഉണ്ട് എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന്റെ പിറ്റേ ദിവസമാണ് 1. ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 9, ശനിയാഴ്ചയാണ് 10. അതാണ് എന്റെ കണക്ക്. അത് ഇപ്പത്തേക്കാൾ ഒരു ദിവസം മുമ്പ് ഇന്ത്യയിൽ കേരളത്തിൽ മാസം കണ്ട അതൊന്നുള്ള വിഷയമല്ല. കിഴക്കൻ രാജ്യത്ത് കണ്ടാൽ കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണൽ നിർബന്ധമാണെന്നാ. മാസം ഉദിക്കൽ നിർബന്ധമാണെന്നാ. മാസം കാണൽ നിർബന്ധമല്ല, മാസം ഉദിക്കൽ നിർബന്ധം. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട ഫുഖഹാകൾ ആ ചർച്ച തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പുകൾക്ക് നിർബന്ധമാവൂല. കാരണം ഉദിച്ചു കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാന്ന്. കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് ഇപ്പൊ കേരളത്തിൽ മാസം കണ്ടാൽ ഇവിടെ മാസം കാണൽ മാസം ഉദിക്കൽ നിർബന്ധമാണ്. പക്ഷെ ഉദിച്ചുകൊണ്ട് കാര്യമായിട്ടില്ല, കണ്ടില്ല. എന്നാലോ കാണാതിരിക്കാൻ വല്ല കാരണങ്ങളുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം 30 ആണ് കരുതേണ്ടത്. അതിന്റെയും പിറ്റേ ദിവസമാണ് 1. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ നോറ്റത് ശരിയാണ്. വെള്ളിയാഴ്ച 9 ശനിയാഴ്ച 10 ആണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ടൈലർ ഷോപ്പിൽ ബാക്കിയുള്ള തുണി ഹറാമാണോ? അതൊന്നും ഹറാമല്ല. അതിന് ആദത്തുണ്ട്. ഓരോ വിഷയത്തിന് ഓരോ ആദത്തുണ്ട്, ഒരു പതിവുണ്ട്. ഓരോ വിഷയത്തിന് ഓരോ പതിവുണ്ട്. ടൈലർ ഒരു തുണി സാധനങ്ങളിലെ പിന്നെ കൊണ്ട് തോന്നുള്ളതല്ല, ഒരു കുറെ അധികം ഉണ്ട്. അപ്പോ അതല്ല. പിന്നെ ഒരു രാജ്യത്തിന് ഓരോ മര്യാദകളുണ്ട്, ഓരോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അതിൽ ഉറുഫ് ഉണ്ടല്ലോ, ആ ഉറുഫൊക്കെ പരിഗണിക്കും. ഉറുഫ് വലിയ തെളിവാണ് ദീനില്ല. ഉറുഫ് വല്ലാതെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് ഉറുഫ്. ഒരു നാട്ടാചാരം. ഒരു രാജ്യത്തെ സ്വഭാവം എന്താണ്? അവിടെ പിന്നെ ടൈലറെ ശീല കൊണ്ടുകൊടുത്താല് പിന്നെ അയാൾക്ക് വേണ്ടുന്ന വസ്ത്രത്തിന്റെ ശീല ഇങ്ങെടുക്കും. ബാക്കി കുറച്ചൊക്കെ ഉണ്ടാവും, ടവലടിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രൗസർ അടിക്കാനോ അപ്പോൾ ചിലപ്പോൾ ശീല ബാക്കി ഉണ്ടാവും. അത് അവർ കൊണ്ടുപോകലല്ല അവിടുത്തെ പതിവ്. അത് അവിടെ ഇട്ട് പോകാനാണ് പതിവ്. അതാണ് പതിവ് എങ്കിൽ അത് ആ ടൈലർമാർക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതേസമയത്ത് അവിടുത്തെ പതിവ് അതല്ല. എത്ര ചെറിയ ശീലം ശരി, അത് മടക്കി വാങ്ങാനാണ് അവിടുത്തെ പതിവ്. പക്ഷെ അയാൾ മടക്കി കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ഹറാമുമാണ്, എടുക്കാൻ പാടില്ല. അപ്പൊ അതാണ് അവിടുത്തെ ആ പതിവാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ദുൽഹജ്ജ് മാസത്തിൽ ചന്ദ്രഗ്രഹണം ഉണ്ടായ കണക്കിന് അറഫാത്ത് ട്യൂസ്ഡേ ആണ്. അതൊന്നല്ല ഇവിടെ വിഷയം. അത് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വിഷയം എന്നല്ല. നേരത്തെ നമ്മൾ പണ്ട് മാസം 29 മാസം കണ്ടാൽ പിറ്റേ ദിവസം 1 കരുതുക. മാസം കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം 30 കരുതുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ചെറുപ്പത്തിൽ കട്ടുതിന്ന മാങ്ങ, പുളിങ്ങ മുതലായവ അത് നമ്മൾ ഉടമസ്ഥനെ കണ്ട് പൊരുത്തപ്പെടിപ്പിക്കണോ? അത് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു വില വെക്കുന്ന സാധനവും ആണ് എങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം. നിങ്ങളാ ചെയ്തത് നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ചെയ്താണ് കുറ്റമില്ല. അതിന് കുറ്റമില്ല, നിർബന്ധമില്ല. ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പാണ്. അപ്പൊ മർഫൂറുള്ള കലമാണ്. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്താലും അള്ളാഹുത്തെ രേഖ പിടിച്ചു വെക്കൂല. അതിന്റെ പേര് ചോദ്യവുമില്ല, ചോദ്യമില്ല അതിന്റെ പേരിൽ. അതേസമയത്ത് പ്രായപൂർത്തിയെത്തിയതിനു ശേഷമാണ് നിങ്ങൾ അങ്ങനെ മാങ്ങ തിന്നത്, ആരാന്റെ മാങ്ങ, പുളിങ്ങ ഇതൊക്കെ തിന്നത് പ്രായപൂർത്തിക്ക് ശേഷമാണ്. അതും തന്നെ അതിന്റെ അതിലൊക്കെ നോക്കണം. ഏതായാലും ശരി, പൊരുത്തപ്പിടിക്കാൻ ഏറ്റവും നല്ലത്. എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, പൊരുത്തപ്പിടിക്കാണ് നല്ലത്. അതേസമയത്ത് ചെറിയ വിഷയങ്ങളൊക്കെയാണല്ലേ, ഒരു കന്നിമാങ്ങ, ഒരു പുളിങ്ങ, ഇതൊക്കെ സാധാരണ ആളുകൾ അതിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയലാണ് സാധാരണ പതിവ് അല്ലേ. ഒരു അടായിൽ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്, അത് ആരെയും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒച്ചമുള്ളി ഉണ്ടാക്കാതിരിക്കലാണ് അതിന്റെ പതിവ്. അല്ലെങ്കിൽ ഒരു പുളിന്റെ താഴെ ഒരു പുളിങ്ങ വീണ് എടുക്കുന്നുണ്ട്, അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒന്ന് പ്രശ്നം ആക്കാതിരിക്കാനാണ് പതിവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എടുത്തതിന്റെ പേരിൽ പൊരുത്തപ്പിടിക്കണമെന്ന് ആവശ്യമില്ല. എന്നാലും നല്ലതാണ്. എന്താണ് ഒന്ന് പൊരുത്തപ്പിടിപ്പിക്കാൻ നല്ലത്, നിർബന്ധമില്ല എങ്കിലും.
അതേ സമയത്ത് അതല്ല, അയാൾക്ക് കുറച്ച് നഷ്ടം വരുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തുക്കണത് അല്ലേ? എന്നാൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കൽ നിർബന്ധവുമാണ്. പിന്നെ അസ്സലാമു അലൈക്കും, സുന്നത്താക്കപ്പെട്ട കാര്യം ചെയ്യുന്നതിനെ മാതാപിതാക്കൾ എതിർത്താൽ ചെയ്യാൻ പറ്റുമോ? അത്തഹിയ്യാത്തിന് ഇടയിൽ ആണെങ്കിൽ മറ്റ് ദിക്റുകൾ ചെല്ലാൻ പറ്റില്ലല്ലോ. സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളെ അങ്ങനല്ല, മാതാപിതാക്കള് ചെയ്യേണ്ട. ഒരാൾ സുന്നത്ത് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് വാപ്പ, എന്നാ അതിന് വാപ്പാൻ അനുസരിക്കുന്നത് ദീനാണ്, അത് ദീന്റെ കാര്യമാണ്. അങ്ങനല്ല. മാതാപിതാക്കൾക്ക് അത് ഒരാളെ സുന്നത്ത് മടക്കാനുള്ള അധികാരമൊന്നുമില്ല. അത് അള്ളാഹു തആലാന്റെ ദീനാണ് അല്ലേ, അള്ളാഹിന്റെ ദീനാണ്. അതേസമയത്ത് ഒരു നിർബന്ധം, ഒരു വളരെ കണിശമായി ചെയ്യേണ്ട ഒരു പണിയുണ്ട്. അത് വാപ്പ പറഞ്ഞ് പിന്നെ അത് വാപ്പ ആ കാര്യം പറഞ്ഞു. വാപ്പ പറഞ്ഞ കാര്യം വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ തടസ്സമായ രീതിയിലുള്ള സുന്നത്തും ചെയ്യാൻ പാടില്ല. അതാണ്. അതല്ലാതെ സുന്നത്തായ ഒരു കാര്യം നീ ചെയ്യരുത് എന്ന് വിലക്കിയാൽ അത് വാപ്പാനെയോ ഉമ്മയെയോ അതനുസരിക്കൽ നിർബന്ധമില്ല. കാരണം അത് അള്ളാഹു തആലാന്റെ ദീനായതുകൊണ്ട്. അത്തഹിയ്യാത്തിനിടയിൽ മറ്റു ദിക്റുകൾ ചെല്ലാൻ പാടില്ലല്ലോ, പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നും, അതുകൊണ്ട് അത്തഹിയ്യാത്ത് മുറിഞ്ഞൊന്നുമില്ല. ഫാത്തിഹക്കാണ് അതിന്റെ ആയത്തുകൾക്കിടയിലുള്ള തർത്തീബ് നിർബന്ധമുള്ളത്. ഫാത്തിഹക്ക് ആണ് ആയത്തുകൾക്ക് ഒരു ആയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ ആയത്ത് അതിന്റെ ഇടയിൽ വേറൊന്നും ഒരു അടർച്ച വരാൻ പാടില്ല എന്നുള്ളത് ഫാത്തിഹന്റെ നിബന്ധനയാണ്. അതല്ലാതെ അത്തഹിയ്യാത്തിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ചെല്ലുന്നത് കൊണ്ട് അത്തഹിയ്യാത്ത് മുറിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് വിരോധമില്ല. പിന്നെ പിന്തിച്ചെമ്മാക്കാൻ കരുതി നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കുമ്പോ വീണ്ടും അതിന്റെ കൂടെ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് വീണ്ടും നിയ്യത്ത് ചെയ്യണോ? അതുപോലെ മുന്തിച്ച് ആക്കുമ്പോഴും അതില്ല, ആണൊന്നുമില്ല. പിന്തിച്ചെമ്മാക്കാനാ കരുതി നിൽക്കുക. പിന്തിച്ചെമ്മാക്കാൻ കരുതിയാൽ പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് പിന്തിച്ചെമ്മാക്കി നിസ്കരിക്കുന്നതെന്ന് കരുതേണ്ട ആവശ്യം നിർബന്ധമില്ല. അവിടെ നിർബന്ധമുള്ളത് പിന്തിച്ചെമ്മാക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരത്തിന്റെ വഖത്ത് ഖളാണിന്റെ മുമ്പായിട്ട് ഞാൻ ഇതിനെ എമ്മാക്കി നിസ്കരിക്കും എന്ന് കരുതണം. ആ സമയത്ത് അല്ല, പിന്നെ നിസ്കരിക്കുമ്പോൾ പ്രത്യേക കരുതൽ നിർബന്ധമില്ല എന്ന്. പിന്നെ അപ്പോ ഇനി വേറെ ഇതൊന്നുമില്ല, ഇനി വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇപ്പം എന്താണ് വല്ലാത്തൊരു ഒരു ഭയങ്കര ഒച്ചപ്പാടൊക്കെ വന്ന് അങ്ങാടിക്ക് ഇറങ്ങി നോക്കുമ്പോ അവിടൊക്കെ ചർച്ച ഇപ്പം എന്താണ്, ഇലക്ഷനിൽ പെണ്ണുകൾ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ കുഴപ്പമുണ്ടായിട്ടുണ്ട് ഇപ്പൊ അല്ലേ? ഇപ്പൊ 50% സംവരണമാണ്. അങ്ങനെ കേട്ട് 33 30% അങ്ങേറ്റല്ലേ അല്ലേ? 50% ആയിക്കണപ്പോ ഈ വർഷം 50% ആയിക്കണം. പടച്ച റബ്ബേ, 50% അല്ലേ? അപ്പൊ 100, അപ്പൊ ഒരു വാർഡ്, ഒരു പഞ്ചായത്തില് 20 സീറ്റ് ഉണ്ടെങ്കിൽ 10 പെണ്ണാവണല്ലേ? റഹ്മാനായ റബ്ബേ. എന്നിട്ട് മുസ്ലിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുമ്പോണെന്നും പറയില്ല. പൊട്ടത്തരം നിനക്ക് കഴിഞ്ഞ് പൊട്ടത്തരം എന്താ വേണ്ടല്ലേ? എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ അതിന് ഒഴിഞ്ഞു, അവിടെ ആണുങ്ങൾക്ക് മത്സരിക്കാൻ പറ്റൂലല്ലേ? ആ 10 സീറ്റിലേ ആ പെണ്ണുങ്ങളൊക്കെ ഒഴിഞ്ഞു നിർത്തിട്ട് നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ കയറിന്നാണ് ഞങ്ങൾ ആണുങ്ങളുടെ ഇവിടെ ഞങ്ങൾ മത്സരിച്ചോളാം നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടാ? പറ്റൂല. അവിടെ പെണ്ണുങ്ങൾക്ക് തന്നെ മത്സരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഏത് തങ്ങൾപ്പാപ്പായിട്ടും കാര്യമില്ല, അവിടെ ആണുങ്ങൾക്ക് മത്സരിക്കാൻ പറ്റൂല. അപ്പൊ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മുസ്ലിങ്ങളായിട്ട് ഒഴിഞ്ഞു നിൽക്കും ചെയ്തു അല്ലേ? എന്നാലോ അപ്പൊ അത് ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു ആരെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശരി, അതാണ് ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ തുഹഫയുടെ ഇബാറത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞത്. ഒരു വിഷയം, ആ വിഷയം പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഹിസ്സൻ ഔ മഅനൻ, ഹിസ്സിലോ അതല്ലെങ്കിൽ ശറഇലോ. അതായത് ഒന്നുകിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ പുരുഷന്മാരില്ല ആ വിഷയത്തിൽ, അവിടെ പുരുഷൻ ഇല്ല. പക്ഷെ പുരുഷൻ ഉണ്ട്, പക്ഷെ ഇല്ലാത്ത മാതിരിയാ. ഒന്നിന്റെ കാര്യം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ കാര്യം സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹഫയുടെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ നവറല്ലാഹു മർഖദ അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഇപ്പം എന്താണ് ചെണ്ട, ഈ കാര്യം അവിടെ സ്ത്രീകൾക്ക് അവിടെ പുരുഷൻ ഇല്ലാത്തത് പോലെയാണ്. പുരുഷൻ ഉണ്ട്, പക്ഷെ പുരുഷൻ ഇല്ലാത്തത് പോലെയാണ്. എന്താ പുരുഷൻ ഇല്ലാത്തത് പോലെയാണ്? എന്താണ്
പുരുഷൻ ഇല്ലാത്ത പോലെയാണ്. അവിടെ പുരുഷന് മത്സരിക്കാൻ പറ്റൂല, ഒരു മാർഗമില്ല അവിടെ പുരുഷന് മത്സരിക്കാൻ. അവർ പുരുഷൻ ഇല്ലാത്ത പോലെയാണ്. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ് എന്നാണ്. അതാണ്. പക്ഷെ അവിടൊക്കെ എന്ത് വേണം, അത് അവിടെ നിന്ന് മാത്രമല്ല, എന്ത് വിഷയത്തിനും വയതേക്കാൻ പോകുമ്പോഴും സ്ത്രീകൾ മത്സരിക്കുന്നിടത്ത് മാത്രമല്ലേ ഇത്. മുസ്ലിം സ്ത്രീകൾക്ക് പറ്റുന്നൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകൾക്കും പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലാക്കാം നമ്മള്. മുസ്ലിം സ്ത്രീകൾക്കേ പറ്റുന്നതിന് മുസ്ലിം സ്ത്രീകൾക്കും പറ്റുള്ളൂ. മുസ്ലിം സ്ത്രീകൾക്ക് പറ്റാത്തൊന്നും നമ്മൾ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പോ പിന്നെ അതല്ലല്ലോ ഒരു ജനാധിപത്യ ഭരണകൂടം. ആ ഭരണകൂടത്തിൽ ഒരു സമൂഹത്തിന്റെ ഇസ്സത്തോടു കൂടിയുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ സമൂഹം അവരുടെ ഭരണകർത്താക്കൾ കൂടിയാണ്. അപ്പോഴാണ് അവരുടെ ഇസ്സത്തോടു കൂടിയുള്ള നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഒരു രാജ്യത്തിൽ നമ്മൾ താമസിക്കാണ്, ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുകയാണ്. ആ രാജ്യത്തെ മറ്റുള്ളവർ ഭരിക്കാൻ നമ്മളിങ്ങനെ ഭരണീയരാകുക. അത്ര ഇതിനേക്കാൾ വലിയ ദില്ലത്തെന്താലേ. നമ്മൾ ഭരണകർത്താക്കളൊന്നുമല്ല, നമ്മൾ പ്രജകൾ, മറ്റൊരു ഭരണകർത്താക്കളും. ഇതിനേക്കാളും വലിയ ദില്ലത്തം തന്നെയുള്ളത്. ഇത് വളരെ ഒരു നിന്ദ്യമായ ഒരു അവസ്ഥയല്ല അത്. അതല്ല കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിട്ട് അൽഹംദുലില്ലാ നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ ഭരണകർത്താക്കളാണ്, പലയിടത്തും നമ്മൾ ഭരണീയരുമാണ്. പലയിടത്തും നമ്മൾ ഭരണകർത്താക്കളാണ്, പലയിടത്തും ഭരണീയർ. അത് മറ്റൊരു അങ്ങനെ തന്നെയാണ്, മറ്റുള്ള മതസ്ഥരും അങ്ങനെ തന്നെ. ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ, ഹിന്ദുക്കൾ പല സ്ഥലങ്ങളിലും അവർ ഭരണകർത്താക്കളാണ്, എന്നാൽ പല സ്ഥലങ്ങളിലും അവർ ഭരണീയരാണ്. ക്രിസ്ത്യാനികളും തന്നെ അവർ പല സ്ഥലങ്ങളിലും അവർ ഭരണകർത്താക്കളാണ്, പല സ്ഥലങ്ങളിലും അവർ ഭരണീയരുമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും പല സ്ഥലങ്ങളിലും അവർ ഭരണകർത്താക്കളാണ്, പല സ്ഥലങ്ങളിലും അവർ ഭരണീയരുമാണ്. ഈ സ്വഭാവം ഉണ്ടാകുമ്പോഴേ ഈ സമൂഹത്തിന് ഒരു ഇസ്സത്ത് ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് നമ്മളിങ്ങനെ നീതി അടക്കുക, നമ്മളിങ്ങനെ നിന്നൊടുക്കുക, മറ്റോട് ഇങ്ങനെ ഭരിക്കുക, അല്ലെ, അത് നമുക്ക് ദില്ലത്ത് ഉണ്ടാക്കി തീർക്കും, ഒരു നിന്യത ഉണ്ടാക്കി തീർക്കും. അപ്പൊ നിർബന്ധം അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഇസ്സത്തോടു കൂടിയുള്ള നിലനിൽപ്പിന് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഭരണകർത്താക്കൾ ആവൽ. പക്ഷെ അതേ സമയത്ത് സ്ത്രീകളെ ആ വിഷയത്തിൽ കൊണ്ടുവരാതിരിക്കാണ് ഏറ്റവും അത് തന്നെ വേണ്ടത്. പക്ഷെ വേറെ മാർഗമില്ല. അവിടെ പുരുഷൻ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കൂല. അപ്പൊ അത്ര സാഹചര്യങ്ങളിൽ അവർക്ക് ഇസ്ലാമിക മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് എന്നാണ് നമ്മുടെ ഉലമാക്കളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്നും ആരും ലംഘിക്കുന്നത് ഒരു നല്ലൊരു കാര്യമില്ല. പിന്നെ ഇപ്പൊ ഈ അഴിഞ്ഞാട്ട് അതിപ്പോ ഇത് മാത്രമല്ലല്ലേ, ബസ്സിൽ കയറുമ്പോൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാൻ പാടില്ല എന്നൊക്കെ പറയണ്ടല്ലേ. കുട്ടികൾക്ക് ഫർലൈന് പഠിച്ചാൽ പോരെ, നിസ്കാരത്തിന്റെ ഫർലും അല്ലേ, പഠിക്കാത്തല്ലേ നിർബന്ധമുള്ളൂ. ഒരു സ്ത്രീക്ക് പഠിക്കാൻ എത്ര നിർബന്ധമുള്ളൂ, ഫർള് അതിനായ കാര്യങ്ങൾക്ക് പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ അപ്പുറം പഠിക്കാൻ വേണ്ടി സ്കൂൾക്ക് പറഞ്ഞേക്കുക, അതിനെ കുറിച്ചൊക്കെ അങ്ങനെ വേദവരുണ്ടല്ലോ. എന്നാല് കുട്ടികൾ +2 അല്ലേ, +2 അതുപോലെ പിന്നെ ഡിഗ്രി, പിന്നെ PG, ഇതിനൊക്കെ പിന്നെ കുട്ടികൾ, അപ്പൊ അതൊക്കെ പറ്റും. പക്ഷെ അവിടെ എന്താ ചെയ്യുക, അതിന്റെ മര്യാദകൾ പാലിക്കുക, അതാണ് ഇസ്ലാമിക. അഴവറത്തൊക്കെ മറക്കണ്ടൊക്കെ ശരിക്കും മറക്കുക. അത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്കൂൾക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ടീച്ചർ ആകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നേഴ്സ് ആകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ മറക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്കും സ്ഥലങ്ങളൊക്കെ മറക്കുക. പിന്നെ സ്ത്രീകളെ ഭരണകർത്താക്കളാക്കുക അല്ലേ, അത് നമ്മളാക്കണതല്ലേ, വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ തീരുമാനിച്ചതല്ല, ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവിടെ പിന്നെ നമ്മൾ നിന്ന് കൊടുക്കാഞ്ഞാൽ നമ്മൾ ഒരു നിന്ദ്യമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ നിർബന്ധമായ സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വരികയാണ്. ഇനി പുരുഷന്മാര് സ്ഥിതി അങ്ങനെ തന്നെ അല്ലേ, പുരുഷന്മാര് മത്സരിക്കണം ഇസ്ലാമികമായ രീതിയിലാണ് ഇപ്പൊ മത്സരിക്കുന്നത്. അധികാരം ചോദിക്കുന്നവന് അധികാരം കൊടുക്കാൻ പാടില്ല എന്നാ. അധികാരം ചോദിക്കുന്നവനൊക്കെ അധികാരം കൊടുക്കുക, ജനങ്ങൾ അവനെ തെരഞ്ഞെടുക്കണം, സ്ഥാനാർത്ഥിയാവരുത്. നമ്മുടെ ആളുടെ പേരന്നെ സ്ഥാനാർത്ഥി എന്നാണല്ലേ, സ്ഥാനാർത്ഥി. ഓൻ പറയാണ് ഞാൻ അവിടെ മത്സരിച്ചോളാന്ന്, എന്നിട്ട് അവനാ നോമിനേഷൻ കൊടുക്കണത്. ഇന്ന വാർഡില് ഞാൻ മത്സരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ പേരിൻ്റെതാണ്, എന്റെ യോഗ്യത എന്റെതൊക്കെയാണ്, അതുകൊണ്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഓൻ പറയാം അധികാരം ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കരുത് എന്നാണ് ഹദീസിലുള്ളത്. അത് കൊടുക്കരുത് എന്നാണ്. പിന്നെന്താണ്, പിന്നെ മറ്റുള്ളവർ നിർബന്ധിക്കണം അവനെ, ഇവിടെ നിൽക്കണം, അല്ല എനിക്ക് പറ്റില്ലട്ടോ, അങ്ങനെ അല്ല, നിങ്ങൾ നിൽക്കണം, നിങ്ങളെന്നെ ഇവിടെ ശരിയാവുള്ളൂ. എന്നിട്ട് അവനെ പിടിച്ച് നിർത്തണം.
ഓനായിരുന്നു എനിക്ക് പറ്റൂല, അങ്ങനെയാണ് അങ്ങനെ വേണമെന്ന, അങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ. അപ്പൊ പുരുഷന്മാർ തന്നെ മത്സരിക്കുന്നത് ഇസ്ലാമിക സ്വഭാവത്തിലൊന്നല്ല അതുള്ളത്. അപ്പോ ഈ വിഷയം മാത്രമല്ല, എതിർക്കുമ്പോലെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് അതപ്പോ പറഞ്ഞത്. അതിപ്പോ ഞാൻ പറഞ്ഞ അങ്ങാടിക്ക് ആസ്വദിക്കാൻ പോയപ്പോഴേ അത് വല്ലാത്തൊരു ഭയങ്കര പല ആളുകളും ചോദിച്ചു എന്താ. അപ്പൊ ഞാനിത് സംഭവം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. അപ്പൊ ഏതായാലും ശരി. പിന്നെ അമീർ ഇരിങ്ങല്ലൂരോ ആരോ എനിക്ക് പിന്നെ ഇവിടെ ചർച്ച നടക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയും ചെയ്ത്, കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോട് കൂടിയുള്ള നിലനിൽപ്പ് നമുക്ക് എപ്പോഴും പ്രദാനം ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്തിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്സത്തും അന്തസ്സും ഉയർച്ചയും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.